ചരിത്രം കുറിച്ച് ISROയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 വിജയകരമായി വിക്ഷേപിച്ചു. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് GSAT-20 വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറലിലുള്ള സ്പേസ് കോംപ്ലക്സിൽ 40-ൽ ചൊവ്വാഴ്ച പുലർച്ചെ 12:01 വിക്ഷേപണം. 34 മിനിറ്റുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഉപഗ്രഹം വേർപെട്ട് ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ GSAT-20 സഹായകരമാകും. ISRO നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ ഭാരം 4700 കിലോഗ്രാമാണ്. ISROയുടെ ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ LVM-3യുടെ പരമാവധി വാഹക ശേഷിയേക്കാൾ കൂടുതലാണ് ഈ ഭാരം. അതിനാലാണ് വിക്ഷേപണത്തിന് സ്പേസ് എക്സിന്റെ സഹായം തേടിയത്. ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ GSAT-20 സഹായിക്കും. ഉൾനാടുകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് GSAT-20 ഉപഗ്രഹം സഹായിക്കും. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും അതിവേഗ കണക്ടിവിറ്റി എത്തും. വിമാനങ്ങൾക്കുള്ളിൽ ഇന്റർനെറ്റ് സേവനം ഒരുക്കുന്നതിനും ഇത് സഹായിക്കും. ഇതാദ്യമായാണ് ISRO അതിന്റെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വഴി സ്പേസ് എക്സ് റോക്കറ്റിൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ വിദൂര പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും യാത്രാ വിമാനങ്ങളിൽ ഇന്റർനെറ്റും നൽകാനായി നിർമ്മിച്ച അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-20. 24 വൈഡ് സ്പോട്ട് ബീമുകളും 8 നാരോ സ്പോട്ട് ബീമുകളും ഉൾപ്പെടെ ആകെ 32 യൂസർ ബീമുകളാണ് GSAT-N2-വിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. KA ബാൻഡിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ സാറ്റലൈറ്റിന് 14 വർഷത്തെ ആയുസ്സാണ് ISRO വിഭാവനം ചെയ്തിരിക്കുന്നത്.